എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്യുന്ന ഈ വീഡിയോയിൽ ചില വാക്കുകൾ ഞാൻ ഒന്ന് കവർ ചെയ്ത് ഉപയോഗിക്കുള്ളൂ. കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് വാണിംഗ് കിട്ടുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഏകദേശം ഒരു അറിവ് കിട്ടുന്ന രീതിയിലേക്ക് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നതിന് ആ ഒരു വാക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, മറ്റേ വാക്ക് പറയാൻ പറ്റില്ല. ഈ ആ വച്ചിട്ട് വരുന്ന വാക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം യൂട്യൂബ് ഇപ്പോൾ ഒരു വാണിംഗ് അടിച്ചു തരും. മാത്രമല്ല ഒരുപാട് വാണിംഗ് അയക്കാൻ എൻ്റെ ചാനൽ ദോഷം ചെയ്യും. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കാരണം നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകുന്നത്. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല, നേരെ കഥയിലോട്ട് പോവുകയാണ്. ആലുവയ്ക്കടുത്തുള്ള ബിനാനിപുരം എന്ന ഗ്രാമം നേരം പുലർന്നു വരുന്നതേയുള്ളൂ. പുഞ്ചപ്പാടത്തിന്റെ വരമ്പിലൂടെ നടന്നു വരികയായിരുന്ന കർഷക തൊഴിലാളി രാഘവനാണ് തോട്ടിലെ പായൽക്കൂട്ടത്തിൽ തങ്ങി നിന്നിരുന്ന ചാക്കുകെട്ട് ആദ്യമായി കണ്ടത്. രാഘവൻ തോട്ടിലിറങ്ങി ചാക്കുകെട്ട് വലിച്ച് കരക്കടുപ്പിച്ചു. ഒരു ടെലിഫോൺ വയർ കൊണ്ട് ചാക്കിന്റെ വായറ്റം കെട്ടിയിരുന്നു. അഴിച്ചപ്പോൾ വെള്ളിപ്പാദസരങ്ങൾ അണിഞ്ഞിരുന്ന 2 പാദങ്ങൾ വെളിയിലേക്ക് തള്ളി വന്നത് കണ്ട് രാഘവൻ ഞെട്ടി. രാഘവന്റെ നിലവിളി കേട്ട് ഓടിക്കൂടിയവർ ചാക്കഴിച്ച് നോക്കിയതിന് അയാളെ കുറ്റപ്പെടുത്തി. അവർ ഉടനെ തന്നെ ബിനാനിപുരം പോലീസ് സ്റ്റേഷൻ വിവരമറിയിച്ചു. സബ് ഇൻസ്പെക്ടറും സംഘവും സ്ഥലത്തെത്തി. ആലുവ സർക്കിൾ ഇൻസ്പെക്ടറുടെ അധികാരപരിധിയിൽപ്പെട്ട സ്ഥലമാകയാൽ അദ്ദേഹവും സ്ഥലത്തെത്തി. പ്രേതവിചാരണ ആരംഭിച്ചു. കൈകാലുകൾ മടക്കിയ നിലയിൽ ചാക്കിനുള്ളിൽ കണ്ട മൃതദേഹം പുറത്തെടുത്തു. പരിപൂർണ നഗ്നയായ ഒരു യുവതിയുടെ ജഡം. കാലിൽ അണിഞ്ഞിരുന്ന വെള്ളിപ്പാദസരങ്ങൾ അല്ലാതെ മറ്റ് ആഭരണങ്ങൾ ഒന്നും തന്നെയില്ല. ചാക്കിനുള്ളിൽ ഒരു അരക്കല്ലും ഉണ്ടായിരുന്നു. നമ്മൾ ഈ കറിക്കൊക്കെ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ലുണ്ട്, അതിനെയാണ് ഈ അരക്കല്ല് എന്ന് പറയുന്നത്. മൃതദേഹം പോയതിനാൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എറണാകുളം താലൂക്ക് ആശുപത്രിയിൽ പോലീസ് സർജനായിരുന്ന ഡോക്ടർ സതീഷ് ബാബു സ്ഥലത്തെത്തി. പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ നിന്നും 18-നും 20-നും മധ്യ പ്രായമുള്ള ആളാണെന്ന് കണ്ടെത്തി. മറ്റു തിരിച്ചറിയാനുള്ള ഒരു അടയാളങ്ങളും ബാക്കിയുണ്ടായിരുന്നില്ല. ഫോട്ടോ എടുത്താലും പെൺകുട്ടിയെ തിരിച്ചറിയാൻ സഹായകരമാകാത്ത രീതിയിൽ മുഖം അഴുകിപ്പോയിരുന്നു. മരണകാരണം തലയ്ക്കേറ്റ അടികൊണ്ടുള്ള തലയോട്ടിലെ പൊട്ടലും തലച്ചോറിലെ രക്തസ്രാവമായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു പ്രേതം സംഭവസ്ഥലത്തുള്ള ഒരു പുറമ്പോക്കിൽ കുഴിച്ചിട്ടു. ആലുവയിലോ മറ്റ് പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും സ്ത്രീകളെ കാണാനില്ലെന്ന് ഒരു പരാതിയും ലഭിച്ചിരുന്നില്ല. അതിനാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായതുമില്ല. ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ തോട്ടിൽ കാണപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം ആരുടേതാണെന്ന് 1 മാസമായിട്ടും വിവരമൊന്നും ലഭിച്ചില്ല. അന്ന് എറണാകുളം ക്രൈംബ്രാഞ്ചിൽ ഗോകുൽ എന്ന ഒരു സമർത്ഥനായ ഡിവൈഎസ്പി ഉണ്ടായിരുന്നു. ഗോകുലിന് കൊല്ലപ്പെട്ട അജ്ഞാത യുവതിയെക്കുറിച്ച് ഒരു രഹസ്യ വിവരം ലഭിച്ചു. അവൾ പ്രേതം കണ്ട സ്ഥലത്തു നിന്നും 10 കിലോമീറ്റർ അകലെ വിധവയായ ഒരു അമ്മയോടൊപ്പം താമസിച്ചിരുന്നുവെന്നും ലൈംഗിക തൊഴിലാളിയായിരുന്നുവെന്നും 1 മാസമായി കാണാനില്ലെന്നുമായിരുന്നു ഗോകുലിന് ലഭിച്ച വിവരം. ഈ കുറ്റാന്വേഷണകരിൽ പലർക്കും ഒരു 6ാം ഇന്ദ്രിയമുണ്ട്. കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി 1 മാസം മുമ്പ് കാണാതായവൾ തന്നെ ആയിരിക്കുമെന്ന് ഗോകുലിന് തോന്നി. രഹസ്യ അന്വേഷണത്തിൽ അവൾക്ക് ആലുവയിലുള്ള ചിലരുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നതായും വിവരം ലഭിച്ചു. അദ്ദേഹം കാണാതായി എന്ന് പറയപ്പെട്ട യുവതിയുടെ വീട്ടിലെത്തി അവളുടെ അമ്മയെ കണ്ടു. കാണാതായ പെൺകുട്ടി അവരുടെ ഏക മകളായിരുന്നു. മകൾക്ക് 10 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. പിന്നീട് അന്യ വീടുകളിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. മകൾ മിനിക്ക് പ്രായം 18, 8ാം ക്ലാസ് വരെ പഠിച്ചു. ആലുവയിൽ ഏതോ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. മകൾ ദുർനടപ്പുകാരിയാണെന്ന് അമ്മയ്ക്ക് അറിയില്ല. അവൾ ചിലപ്പോൾ ദൂരെ യാത്രകൾ പോകാറുണ്ടെന്നും 3-4 ദിവസം കഴിഞ്ഞാണ് തിരികെ വരുന്നതെന്നും ആ അമ്മ ഗോകുലിനോട് പറഞ്ഞു. ജോലി സംബന്ധമായ യാത്രകളാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇത്തവണ യാത്ര പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. അത് അസാധാരണമാണ്. ഇനിയും വന്നില്ലെങ്കിൽ പോലീസിൽ അറിയിക്കാമെന്ന് വിചാരിച്ചാണ് ആ സ്ത്രീ ഇരുന്നത്. അവരുടെ പക്കൽ നിന്നും മിനിയുടെ ഒരു ഫോട്ടോയും വാങ്ങിയാണ് ഗോകുൽ മടങ്ങിയത്. ആ വിധവയിൽ നിന്ന് ലഭിച്ച വിവരണങ്ങളിൽ നിന്നും കൊല്ലപ്പെട്ടത് അവരുടെ മകളായ മിനി ആയിരിക്കാമെന്ന് ഗോകുലിന് തോന്നി. ഗോകുൽ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി IG ശ്രീ സത്താർ കുഞ്ഞിനെ വിവരങ്ങൾ അറിയിച്ചു.
അദ്ദേഹം എന്നോട് ശവം മിനിയുടേതാണെന്ന് കണ്ടുപിടിക്കാനുള്ള എന്തെല്ലാം ശാസ്ത്രീയ വശങ്ങൾ അവലംബിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. മിനിയുടെ ഫോട്ടോ ഉള്ളതിനാൽ പ്രേതം കുഴിച്ചെടുത്ത് തലയോട് വീണ്ടെടുക്കാമെന്നും അവ രണ്ടും ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫിക് സൂപ്പർ ഇമ്പോസിഷൻ ചെയ്യാമെന്നും ഉള്ള ഡോക്ടറിൻ്റെ നിർദ്ദേശം IG അംഗീകരിച്ചു. അദ്ദേഹം DGP ശ്രീ രാജഗോപാൽ നാരായണനെ വിവരങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹം മിനി കൊല്ലപ്പെട്ട ആ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. ചെങ്ങമനാട് തഹസീൽദാരുടെ നേതൃത്വത്തിൽ ബിനാനിപുരത്തെ പുറംപോക്കിൽ കുഴിച്ചിട്ടിരുന്ന ആ പ്രേതം പുറത്തെടുത്ത് വീണ്ടും പ്രേതവിചാരണ നടത്തി. കോട്ടയം പോലീസ് സർജനായിരുന്ന ഡോക്ടർ ജോർജ് പോളും ഡോക്ടർ ഉമാദത്തനും ചേർന്ന് മൃതദേഹം പരിശോധിച്ചു. മൃതദേഹത്തിൻ്റെ തല കാണാനില്ലായിരുന്നു. സഹായികളെ കൊണ്ട് ശവക്കുഴിയിൽ വീണ്ടും തിരച്ചിൽ നടത്തിയെങ്കിലും തലയോട് കാണാനായില്ല. പോലീസ് ടീമും ഫോറൻസിക് ടീമും വീണ്ടും നിരാശയിലായി. അവിടെ കാഴ്ചക്കാരനായി നിന്നിരുന്ന ഒരു സ്ഥലവാസി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഡോക്ടർ സതീഷ് ബാബു ആദ്യത്തെ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയപ്പോഴും അയാൾ സ്ഥലത്തുണ്ടായിരുന്നു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ബാബു തലയോട് എടുത്തുകൊണ്ടുപോയത് അയാൾ കണ്ടിരുന്നു. ഉടൻ തന്നെ ഗൂഗിൾ താലൂക്ക് ആശുപത്രിയിലേക്ക് ഫോൺ ചെയ്ത് ഡോക്ടർ ബാബുവിനെ ബന്ധപ്പെട്ടു. തലയോട് കൂടുതൽ പരിശോധനയ്ക്കായി ബാബു സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന് വിവരം കിട്ടിയതിനു ശേഷമാണ് പോലീസ് ടീമിനും ഫോറൻസിക് ടീമിനും സമാധാനമായത്. മൃതദേഹം വളരെയധികം ജീർണിച്ച് അസ്ഥികൾ തെളിഞ്ഞ് കാണാമായിരുന്നു. അസ്ഥികളുടെ വളർച്ചയിൽ നിന്നും പെൺകുട്ടിയുടെ പ്രായം 18 തുടങ്ങി 20 വയസ്സ് വരെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു. കാലുകളിലെയും കൈകളിലെയും അസ്ഥികളുടെ നീളത്തിൽ നിന്നും ഉയരം ഏകദേശം 5 അടിയാണെന്ന് കണ്ടെത്തി. മരണകാരണം തലക്കേറ്റ ക്ഷതം തന്നെയാണെന്നും സ്ഥിരീകരിച്ചു. പ്രേത പരിശോധനയ്ക്ക് ശേഷം പ്രേതത്തിൻ്റെ തലയോടും താടിയെല്ലും ഡോക്ടർ സൂപ്പർ ഇമ്പോസിഷൻ ചെയ്യാൻ വേണ്ടി എടുത്തു. അതുകൂടാതെ താരതമ്യ പഠനത്തിനായി പ്രേതത്തിൻ്റെ തലമുടിയും ശേഖരിച്ചു. അമ്മയുടെ പക്കൽ നിന്ന് ലഭിച്ച ഫോട്ടോയിൽ മിനിയുടെ ചിരിക്കുന്ന മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. മിനിയുടെ മേൽ വരിയിലെ മുൻവശത്തെ 2 ഉളിപ്പല്ലുകൾ വലുതായിരുന്നു. ചിത്രത്തിൽ ആ 2 പല്ലുകൾ മുഴുവനും വ്യക്തമായി കാണാമായിരുന്നു. ആ പല്ലുകളുടെ അളവുകളെ ആസ്പദമാക്കി അവരുടെ മുഖത്തിൻ്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള എൻലാർജ്മെൻറ്റ് ഉണ്ടാക്കിയെടുത്തു. പിന്നീട് തലയോടിനെ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചിട്ട് അതിൻ്റെ ചിത്രവും എടുത്തു. ആ ചിത്രവും യഥാർത്ഥ വലിപ്പത്തിൽ എൻലാർജ് ചെയ്തു. ആ ഒരു എൻലാർജ്മെൻറ്റിനായിട്ട് ഉപയോഗിച്ചത് ഉളിപ്പല്ലുകളുടെ അളവുകളായിരുന്നു. മിനിയുടെ മുഖത്തിൻ്റെ എൻലാർജ് ചെയ്ത ചിത്രവും തലയോടിൻ്റെ ചിത്രവുമായി പരിപൂർണമായി യോജിച്ചതായി കണ്ടു. ഞാൻ ചെയ്തിട്ടുള്ള സൂപ്പർ ഇമ്പോസിഷനിൽ പരിശോധനയിൽ വെച്ച് ഏറ്റവും നല്ല ഫലം ലഭിച്ചത് ഈ കേസിലായിരുന്നു. ഡോക്ടർ ഉമാദത്തൻ ഓർത്തെടുക്കുന്നു. മിനിയുടെ താടിയിൽ പരിശോധിച്ചപ്പോൾ താഴത്തെ വരിയിൽ ഇടതുവശത്തെ ആദ്യത്തെ അണപ്പല്ല് നഷ്ടപ്പെട്ടതായി കാണപ്പെട്ടു. കേടുവന്ന് പല്ല് നീക്കം ചെയ്തതായിരിക്കാമെന്ന് ഡോക്ടർക്ക് തോന്നി. പല്ല് നഷ്ടപ്പെട്ട ഭാഗത്തെ എല്ലിലെ കുഴി മുഴുവനും നല്ല പോലെ നികന്നിരുന്നു. അതിനാൽ 1 വർഷം മുമ്പായിരിക്കാം പല്ല് നീക്കം ചെയ്തതെന്ന് ഡോക്ടർ ഊഹിച്ചു. മിനിയുടെ അമ്മയോട് ചോദിച്ചപ്പോൾ 1 വർഷത്തിന് മുമ്പ് അവൾക്ക് അസഹ്യമായ പല്ലുവേദന ഉണ്ടായപ്പോൾ ആലുവ ജനറൽ ആശുപത്രിയിൽ പല്ലെടുക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആലുവ ആശുപത്രിയിൽ മിനിയുടെ പല്ലെടുത്തതിൻ്റെ എന്തെങ്കിലും രേഖ ലഭിച്ചാൽ അത് നല്ല തെളിവായിരിക്കുമെന്ന് ഡോക്ടർക്ക് തോന്നി. ഡോക്ടറും ഗോകുലുമായി ആലുവ ജനറൽ ആശുപത്രിയിലെ ദന്തവിഭാഗത്തിൽ എത്തി. സാധാരണഗതിയിൽ സർക്കാർ ആശുപത്രിയിലെ ദന്തവിഭാഗങ്ങൾ വിശദമായ രേഖകൾ സൂക്ഷിക്കുന്ന പതിവില്ല എന്നാണ് ഡോക്ടർ കരുതിയത്. അത്ഭുതമെന്നേ പറയണ്ടു. അവിടെ പല്ലെടുക്കാൻ വരുന്ന രോഗികളുടെ പേര് വിവരങ്ങൾ ഒരു രജിസ്റ്ററിൽ ചിട്ടയായി രേഖപ്പെടുത്തിയിരുന്നു. അവിടുത്തെ ഡോക്ടർ രോഗികളുടെ രജിസ്റ്റർ ടീമിനെ കാണിച്ചു. രോഗിയുടെ പേരും വിലാസവും എടുത്ത പല്ല് ഏതാണെന്നും അതിൽ രേഖപ്പെടുത്തിയിരുന്നു. ഭാഗ്യവശാൽ മിനിയുടെ വിവരം മുഴുവൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നു. പല്ലെടുക്കാൻ അന്ന് 2 രൂപയോ അതില്ലെങ്കിൽ റേഷൻ കാർഡോ നൽകണം. മിനി നൽകിയത് റേഷൻ കാർഡായിരുന്നു. അതിൻ്റെ നമ്പറും രജിസ്റ്ററിലുണ്ടായിരുന്നു. പിന്നീട് അവളുടെ വീട്ടിലെ റേഷൻ കാർഡ് പരിശോധിച്ചപ്പോൾ അതേ നമ്പർ തന്നെയായിരുന്നു. അങ്ങനെയാണ് കൊല്ലപ്പെട്ടത് മിനിയാണെന്ന് തെളിയിക്കാനുള്ള മറ്റൊരു തെളിവ് കൂടി പോലീസ് ടീമിന് ലഭിച്ചത്. പ്രേതത്തിൽ നിന്നും ശേഖരിച്ച തലമുടി കാണാതായ മിനിയുടെ തലമുടിയുമായി താരതമ്യപ്പെടുത്തണമായിരുന്നു. പ്രശസ്ത ഫോറൻസിക് സയൻറ്റിസ്റ്റായ ഡോക്ടർ മുരളീധരൻ പിള്ള അദ്ദേഹത്തിൻ്റെ സഹായം പോലീസ് ടീം തേടി. ഡോക്ടറും അദ്ദേഹവുമായി മിനിയുടെ വീട്ടിൽ പോയി. ഞങ്ങൾ മിനിയുടെ അമ്മയെ കണ്ടു. കൊല്ലപ്പെട്ടത് മിനിയാണെന്ന് അപ്പോഴും അവർ വിശ്വസിച്ചിരുന്നില്ല. ശ്രീ മുരളി
മിനി ഉപയോഗിച്ചിരുന്ന ചീർപ്പിൽ നിന്നും അവളുടെ മുടിയുടെ സാമ്പിൾ, തലയണിൽ നിന്നും മറ്റുമായി നിരവധി തലനാരുകൾ ശേഖരിച്ചു. അവ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചപ്പോൾ പ്രേതത്തിൽ നിന്നെടുത്ത തലമുടി നാരുകളുമായി സാമ്യമുള്ളതാണെന്ന് മനസ്സിലായി. അങ്ങനെ ഏതാണ്ട് 1 മാസം നീണ്ടുനിന്ന പരിശോധനയിലൂടെ അജ്ഞാത മൃതദേഹം മിനിയുടേതാണെന്ന് സംശയാതീതമായി സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞു. ശ്രീ സത്താർ കുഞ്ഞ് ക്രൈംബ്രാഞ്ച് IG-യും ശ്രീ MGA രാമൻ DIG-യുമായിരുന്നപ്പോഴാണ് മിനി കൊലക്കേസിൻ്റെ അന്വേഷണം ആരംഭിച്ചത്. അതിനുശേഷം ക്രൈംബ്രാഞ്ചിൻ്റെ വിവിധ ടീമുകൾ വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും ആര്, എന്തിന്, എപ്പോൾ, എവിടെ വെച്ച് മിനിയെ കൊലപ്പെടുത്തി എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മിനി കൊലക്കേസും അൺഡിറ്റക്റ്റഡ് പട്ടികയിൽ സ്ഥാനം പിടിച്ചു. ശ്രീ MGA രാമൻ ക്രൈംബ്രാഞ്ച് അഡീഷണൽ DGP ആയിരുന്നപ്പോൾ അദ്ദേഹം മിനി കൊലക്കേസ് പുനരന്വേഷിക്കുവാൻ ഉത്തരവിട്ടു. ഇപ്പോഴും മിനിയുടെ കൊലപാതകിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഐഡന്റിറ്റി സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞെങ്കിലും കൊലപാതകയെ കണ്ടുപിടിക്കാൻ കഴിയാത്തതിലും കേസിൻ്റെ ഒരു അവസാനം എത്താത്തതിലും ഡോക്ടർക്ക് വളരെയധികം നിരാശ തോന്നിയിരുന്നു. അന്വേഷണം എവിടെയാണ് വഴിമുട്ടിയത്? അച്ഛനില്ലാതെ വളർന്ന മിനി ചെറുപ്പത്തിലെ വഴിതെറ്റി. സുന്ദരിയായ അവളുടെ ദുഷിച്ച മാർഗത്തിലേക്കുള്ള പ്രയാണം തടയാൻ അവളുടെ സാധുവായ മാതാവിനും കഴിഞ്ഞില്ല. അവൾ തിരഞ്ഞെടുത്ത മാർഗം അവളെ മരണത്തിലേക്ക് നയിച്ചു എന്ന് വേണം കരുതാൻ. എന്നാലും ആ ജീവൻ്റെ തിരിനാളം തല്ലിക്കെടുത്താൻ ആർക്കാണ് അവകാശം? ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ അറിയിക്കാണ്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു വട്ടം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ലൊരു കണ്ടൻറ്റുമായി അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.